വീണ്ടും ഓണവിശേഷങ്ങളിലേക്ക് തന്നെയാണ്. തിരുവോണ ദിവസം ഇതാ മലയാളികൾ ഓണസദ്യയെ കൊണ്ടു തുടങ്ങിയിട്ടുണ്ട്. വിവിധയിടങ്ങളിലായി ഓണസദ്യയൊക്കെ വിളമ്പി കഴിഞ്ഞിരിക്കുകയാണ്. കേരള ക്രിക്കറ്റ് ലീഗ് നടക്കുന്ന ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലും ഓണസദ്യ തുടങ്ങിയിട്ടുണ്ട്. നമുക്കങ്ങനെ ഇലയിൽ അങ്ങനെ വിഭവങ്ങൾ അങ്ങനെ നിരന്ന് കിടക്കുന്നതൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. മഹേഷ് പോലൂർ ചേരും ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്ന്. മഹേഷ്, നല്ല തകർപ്പൻ സദ്യയാണോ അവിടെ? ഗംഭീര സദ്യയാണ് ദിവ്യ. കാരണം കഴിച്ചിട്ടില്ല, പക്ഷെ അതിന് മുൻപ് തന്നെ ഈ പായസത്തിന്റെയും സാമ്പാറിന്റെയും ഒക്കെ സ്മെല്ല്, പ്രത്യേകിച്ച് വിഭവങ്ങളുടെ സ്മെല്ല് മൂക്കിലേക്ക് വരുന്നുണ്ട്. നമ്മളുള്ളത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന്റെ 3-ാം നിലയിലാണ്. അപ്പൊ അവിടെ ഗ്രൗണ്ട് സ്റ്റാഫുകൾ, അതായത് ഇവിടുത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം കഴിഞ്ഞ കുറെ നാളുകളായി മത്സരത്തിന് ഒരുക്കുന്ന ആളുകളാണ്. അപ്പൊ അവർക്ക് ഇന്ന് 2 മണിക്ക് മത്സരമുണ്ട് ദിവ്യ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് മുൻപ് നേരത്തെ തന്നെ സദ്യയുണ്ട്, വേണം അവർക്ക് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാൻ എന്നുള്ളതാണ്. നമ്മളിവിടെ കണ്ട വലിയൊരു പ്രത്യേകത, സദ്യ വിളമ്പി കൊടുക്കുന്നത് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ഭാരവാഹികളാണ്. ഒരു കയ്യിൽ പായസം, മറുകൈയിൽ പപ്പടം. ഇത് പായസമാണല്ലേ? പായസം, ബോളി. ഓക്കെ, ശ്രീ ജയേഷ് ജോർജ് സൂപ്പർവിഷൻ കാരണവരാണ്. ഇവിടെ വിളമ്പു. സെക്രട്ടറി എന്തൊക്കെയാന്ന് വിളമ്പിയത്? ചോറും പായസം, കടല പായസം. സദ്യ എങ്ങനെയുണ്ട് മൊത്തത്തിൽ? എന്താ പറയുന്നത് ഇവര്? സദ്യയുടെ ഒരു രുചി കഴിച്ചിട്ട് പറയും. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ മുഖം കണ്ടപ്പോഴേ എല്ലാരും വളരെ ഹാപ്പിയാണെന്ന് തോന്നുന്നു. മധുരം കഴിക്കാൻ പാടില്ലാത്ത ക്യൂറേറ്റർ ആണ് ഏറ്റവും കൂടുതൽ മധുരം കഴിച്ചിരിക്കുന്നത്. പായസത്തിൽ വീണിരിക്കുകയാണ്. അപ്പൊ നല്ലതായിരിക്കും. ക്യൂറേറ്റർ പിച്ചൊരുക്കുന്നത് വലിയ ശ്രമകരമാണെന്ന് പറയാം. സദ്യ കഴിക്കുന്നത് അതിലും ശ്രമകരമാണോ? ഇല്ല, പിച്ചുണ്ടാക്കുന്നതാണ് പാട്. എങ്ങനെയുണ്ട്? നല്ല സദ്യയാണ്. എല്ലാ വർഷവും നമ്മൾ ഇവർക്ക് കൊടുക്കാറുണ്ട്. പക്ഷെ ഇത്രത്തോളം ഭംഗിയാക്കാൻ പറ്റിയിട്ടില്ല. പിച്ചിനെ കുറിച്ച് ചോദിക്കും. ബോൾ ബാറ്റിലേക്ക് വരുന്നുണ്ടോ, നല്ല ടേൺ ലഭിക്കുന്നുണ്ടോ, ഹൈറ്റ് കറക്റ്റ് ആണോ? അതുപോലെ അവിയൽ എങ്ങനെയുണ്ട്? അല്ല, എല്ലാം മൊത്തത്തിലെല്ലാം വളരെ ബെറ്ററാണ്. നല്ല സദ്യയാണ്. എല്ലാവരും ഹാപ്പിയാണ്. ഓക്കെ ദിവ്യ, ഇവിടെ മലയാളികൾ മാത്രമല്ല, പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന, പല സ്റ്റേറ്റുകളിൽ നിന്ന് വന്ന ആളുകളും ഉണ്ട് ഈ ഓണസദ്യ ഉണ്ണാൻ. असम। ये मोटा मोटा चावल आपको पसंद है क्या? हाँ, पसंद है। आपकी वहाँ पे छोटा छोटा चावल है? छोटा छोटा चावल हम लोग इधर से हाथ दूर खाता है ये। लेकिन ये अच्छा है। अच्छा है। ओण सद्या कैसा है? बहुत बढ़िया है। कौन सा बहुत अच्छा पसंद हो गया इसमें? इसमें जो अच्छा आम का ना, वही बहुत पसंद है। आम का? हाँ, आम का अचार हो गया। उसका नाम जानता है आपको? ये हाँ, नहीं जानते। ये उसका अवियल है। उसका नाम अवियल है। ഓക്കെ, ഇവിടെ വീണ്ടും പായസം പോവാണ്. ബോളി, ഇവിടെ നമ്മുടെ KCA-യുടെ CEO ബോളിയാണല്ലേ വേണം? അതെ, ബോളിയാണ്. എങ്ങനെയുണ്ട് ഇവർക്കൊപ്പമുള്ള ഓണാഘോഷം? മൊത്തത്തിൽ ഓണം ഒരു ആഘോഷമാണല്ലോ. പിന്നല്ലാണ്ട് ഓണം പോലെ എല്ലാ ദിവസവും ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പായസത്തിൽ തന്നെ പിടിച്ചു അഡ്വക്കേറ്റ് ശ്രീനാഥ്. പായസം തന്നെയാണ്. മധുരമാണല്ലോ. KCL നൽകുന്നത് വലിയൊരു മധുരമാണ്. അത് കാരണം ഞങ്ങൾ പായസത്തിൽ തന്നെ ഫോക്കസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ ദിവ്യ, അതാണ്. അപ്പോൾ വലിയ മധുരം നൽകുകയാണ് കേരളത്തിലെ ക്രിക്കറ്റ് ആരാധകർക്ക്. ഓണത്തിന്റെ സദ്യ അതിനോട് വേണം ദിവ്യ. അവിടെ എന്താ ആഘോഷങ്ങള്? നമ്മൾ ഓഫീസില് ആഘോഷങ്ങള്. ദിവ്യ ഒപ്പമുള്ള ആളുകൾ ജിൽസിയൊക്കെ ഓണസദ്യ കഴിക്കാൻ പോയോ?